Okay, good morning all. എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. Okay, last class we were discussing about different testing strategies. So overall ഒരു ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. Either we can go for unit testing. After that we can perform integration testing. Then we have to validate the requirement with our software. Means validation perform ചെയ്യണം. Finally we are testing the entire system. Okay. നമുക്ക് യൂണിറ്റ് ടെസ്റ്റിംഗ് ഇന്നലെ ഒരു ഇൻട്രോ തന്നു. യൂണിറ്റ് ടെസ്റ്റിംഗ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൺസെപ്റ്റ് ഓഫ് യൂണിറ്റ് ടെസ്റ്റിംഗ്. ഫ്യൂ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കണം. നോട്ട് ഡൗൺ ചെയ്യണം. കുറച്ച് പോയിന്റ്സ് നമ്മൾ എഴുതി. വി ആർ കമ്പയറിംഗ് ദി ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇൻകറക്റ്റ് ലോജിക്കൽ ഓപ്പറേഷൻസ്, stages of different loop termination, some modifications and other variables. ഇങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിൽ ഐഡന്റിഫൈ ചെയ്യാം. ഒന്നുകൂടി പറയാം. ആക്ച്വലി അവർ സോഫ്റ്റ്വെയർ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്മോൾ കമ്പോണൻസ്, ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഈ യൂണിറ്റ്സിനെ ഓർ മൊഡ്യൂൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓരോ യൂണിറ്റ് ടെസ്റ്റും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ we are checking the control path, which means interaction between different modules. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. Then data structures of the individual module, some boundary conditions, array ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് പ്രോപ്പർ ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. ഇൻ ദി കേസ് ഓഫ് യൂണിറ്റ് ടെസ്റ്റിംഗ്. ഇനി എന്തൊക്കെ ടെസ്റ്റ് ആണ് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് നോക്കുക. വി ആർ കൺസിഡറിംഗ് ദി മൊഡ്യൂൾ ഇന്റർഫേസ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസർ ഓർ പ്രോഗ്രാമർ ഗിവിംഗ് ഇൻപുട്ട് ടു ദി മൊഡ്യൂൾ ത്രൂ ഇന്റർഫേസ്. അത് പ്രോപ്പർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നിങ്ങൾ വേണ പോയിന്റ്സ് ആയിട്ട് എഴുതാം. മൊഡ്യൂൾ ഇന്റർഫേസ് വി ഹാവ് ടു ചെക്ക് or we have to test, and we are testing local data structures inside the module. Okay, then independent control structures, different path. അതായത് if some decision is true, ചിലപ്പോൾ ഒരു മൊഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യും, അതർവൈസ് അനദർ മൊഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ കൺട്രോൾ പാത്ത്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് മൊഡ്യൂൾസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ബൗണ്ടറി കണ്ടീഷൻ, ഇതൊക്കെയാണ് നമ്മൾ എവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, യൂണിറ്റ് ടെസ്റ്റിംഗിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അജ്മൽ, ഒരു ഐഡിയ പറഞ്ഞേ, വാട്ട് ഈസ് യൂണിറ്റ് ടെസ്റ്റിംഗ്? അഖിൽ സി പോൾ, എന്താ മനസ്സിലായോ വാട്ട് ഈസ് യൂണിറ്റ് ടെസ്റ്റിംഗ്? സാറേ, അതിൻ്റെ ഇമ്പോർട്ടന്റ് കൺട്രോൾ പാത്തെല്ലാം ടെസ്റ്റ് ചെയ്യും. പിന്നെ കമ്പാരിസൺ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സും പിന്നെ ഇൻകറക്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും. ഓക്കെ, അപ്പം ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പാർട്ടിൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം? ദെയർ ഇന്റർഫേസ്, ഡാറ്റ ഫ്ലോ, ഡാറ്റ സ്ട്രക്ചേഴ്സ്, അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗിൽ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഹിയർ വി ഹാവ് എ ഡയഗ്രാം. വി ഹാവ് ഡിഫറെന്റ് ടെസ്റ്റ് കേസസ്. വി നോ ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ ഇൻപുട്ട് ടു ടെസ്റ്റ് അവർ മൊഡ്യൂൾ. വി ആർ പെർഫോമിംഗ് യൂണിറ്റ് ടെസ്റ്റ് ഓൺ എ സെപ്പറേറ്റ് മൊഡ്യൂൾ. അപ്പൊ ഈ ഒരു യൂണിറ്റ് ടെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. അവരെ പറയുന്ന പേരാണ് ഡ്രൈവറും സ്റ്റെബും. ഇൻ ഓർഡർ ടു പെർഫോം യൂണിറ്റ് ടെസ്റ്റ് വി നീഡ് ഡ്രൈവർ ആൻഡ് സ്റ്റെബ്. ഡ്രൈവർ ആൻഡ് സ്റ്റെബ് റഫായിട്ട് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഡ്രൈവറും സ്റ്റെബും. ഡ്രൈവർ എന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ആർ പെർഫോമിംഗ് ഓപ്പറേഷൻ ഓൺ എ ഡിഫറെന്റ് മൊഡ്യൂൾ ഓർ ഇൻഡിപെൻഡന്റ് മൊഡ്യൂൾ. അതിനാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. സോ വി ഹാവ് ടു പാസ് സം ഇൻപുട്ട്. ഇൻപുട്ട് പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദർ വി നീഡ് എ മെയിൻ പ്രോഗ്രാം. ഈ മെയിൻ പ്രോഗ്രാമിനെയാണ് നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. മൊഡ്യൂൾ ഈസ് എൻ ഇൻഡിപെൻഡന്റ് യൂണിറ്റ്. വി ആർ സെപ്പറേറ്റ്ലി ബിൽഡ് ചെയ്തതാണ് ഈ മൊഡ്യൂൾ എന്ന് പറയുന്ന ആള്. സോ
മൊഡ്യൂളിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് ആര് വേണം? ഒരു മെയിൻ പ്രോഗ്രാം വേണം. ഈ മെയിൻ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ഡ്രൈവർ. ക്ലിയർ ആണോ? മെയിൻ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ഡ്രൈവർ. ദെൻ ആഫ്റ്റർ പെർഫോമിങ് എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾ മൊഡ്യൂളിൽ പെർഫോം ചെയ്യുമ്പം ദർ വിൽ ബി എ ആക്ഷൻ ഇൻ ഡിഫറെന്റ് മൊഡ്യൂൾ. ഒരു മൊഡ്യൂളിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ ഒരു ചാൻസ് ഉണ്ട് ഏതെങ്കിലും വേറൊരു മൊഡ്യൂളിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ചിലപ്പം ടേക്ക് പ്ലേസ് ചെയ്യും. ഒരു പ്രിന്റ് കൊടുക്കുമ്പം പ്രിന്റ് ആക്ഷൻ നടക്കുന്നത് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു മൊഡ്യൂളിലായിരിക്കും. അപ്പോൾ ആ ആക്ഷൻ നടക്കുന്നുണ്ടോ കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പാർട്ട് മാത്രം വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാർട്ട് ഓഫ് പ്രോഗ്രാംസിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെബ് എന്നാണ് പറയാം. അതായത് ഒരു മൊഡ്യൂളിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് മെയിൻ പ്രോഗ്രാമിന്റെ ഒരു പാർട്ട്, ഒരു ഹെൽപ്പ് വേണ്ടി വരും. അതിനെ നമ്മൾ ഡ്രൈവർ എന്ന് പറയും. ദെൻ ആക്ഷൻ പെർഫോം ചെയ്യുമ്പം മൊഡ്യൂളിൽ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യുമ്പം അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് വേറൊരു പാർട്ടിലും ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസോ നടക്കുന്നുണ്ടാവും. അതും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റെബ് വേണം. അപ്പം ഡ്രോബാക്ക് ഓഫ് യൂണിറ്റ് ടെസ്റ്റിംഗ് അതാണ്. പ്രോപ്പർലി പെർഫോം ചെയ്യാൻ വി നീഡ് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറും ഒരു സ്റ്റെബും നമുക്ക് വേണം. കോൺസെപ്റ്റ് ക്ലിയർ ആയി തോന്നുന്നു. നമുക്ക് നോട്ട്സ് നോക്കാം. ഡ്രൈവർ ഹൈഫൺ എഴുതാം. ഇറ്റ്സ് എ ഡമ്മി മെയിൻ പ്രോഗ്രാം. ഡമ്മി മെയിൻ പ്രോഗ്രാം ടു പാസ് ദി ടെസ്റ്റ് കേസസ്. ഡമ്മി മെയിൻ പ്രോഗ്രാം ടു പാസ് ദി ടെസ്റ്റ് കേസസ്. Then stub hyphen എഴുതുക. STUB stub hyphen എഴുതുക. ഡമ്മി സബ് പ്രോഗ്രാം. ഡമ്മി സബ് പ്രോഗ്രാം. എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ചെക്ക് ആക്ഷൻ പെർഫോംഡ് ബൈ ദി സബ് പ്രോഗ്രാംസ് അസോസിയേറ്റഡ് വിത്ത് അവർ മൊഡ്യൂൾ. ഇൻ ഓർഡർ ടു ചെക്ക് ദി action performed by the subprogram associated with our module. Clear ആയി എന്ന് കരുതുന്നു. ഇനി ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. We have different test cases. We are applying test cases or feeding test cases into driver module. With the help of driver module, we are checking our module. There we need different number of steps. Step. Anaga, clear alle? Sir, clear ആണ്. Devika, baby Sishma, Adul. Simple concept ആണ്. യൂണിറ്റ് ടെസ്റ്റിന്റെ പ്രൊസീജിയേഴ്സ് ഓർക്കുക. വി ആർ പെർഫോമിംഗ് യൂണിറ്റ് ടെസ്റ്റിംഗ് ആഫ്റ്റർ ബിൽഡിംഗ് ദി കോഡ് ഓർ ആഫ്റ്റർ ബിൽഡിംഗ് ദി മൊഡ്യൂൾ. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് കേസ് നമ്മൾ യൂസ് ചെയ്യുന്നു ഈ ഓരോ യൂണിറ്റിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വി റിക്വയർ എ ഡ്രൈവർ മൊഡ്യൂൾ ആൻഡ് സ്റ്റെബ് മൊഡ്യൂൾ ടു പെർഫോം യൂണിറ്റ് ടെസ്റ്റ്. എന്തായാലും ഓർത്തിരിക്കേണ്ട കാര്യം, വി നീഡ് ഡ്രൈവർ മൊഡ്യൂൾ ആൻഡ് സ്റ്റെബ് മൊഡ്യൂൾ ടു ടെസ്റ്റ് ഡിഫറെന്റ് മൊഡ്യൂൾസ്. ഇനി ആഫ്റ്റർ പെർഫോമിംഗ് യൂണിറ്റ് ടെസ്റ്റിംഗ് നമ്മൾ എന്തൊക്കെ ഡിസ്കവർ ചെയ്യും? അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ്, മിക്സഡ് മോഡ് ഓപ്പറേഷനിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ്, ഇൻകറക്റ്റ് ഇനീഷ്യലൈസേഷൻസ്, ഇൻആക്യുറൻസി ഇൻ ദി കോഡ്, ഇൻകറക്റ്റ് സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ഇന്റർഫേസിൽ ഉണ്ടാകുന്ന എറർ, ബൗണ്ടറി കണ്ടീഷനിൽ ഉണ്ടാകുന്ന എറർ. ഇങ്ങനെ ഒരുപാട് ഡിഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂ യൂണിറ്റ് ടെസ്റ്റിംഗ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. സൈഡ് ഹെഡിങ് എഴുതുക, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നത്? ആക്ച്വലി വി ആർ ഇന്റഗ്രേറ്റിംഗ് ഡിഫറെന്റ് മൊഡ്യൂൾസ്. നമ്മൾ നേരത്തെ കണ്ട മൊഡ്യൂൾസിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഓൾറെഡി മൊഡ്യൂൾസിനെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്.
എന്നിരുന്നാലും ആഫ്റ്റർ ഇന്റഗ്രേഷൻ 1 or 2 മൊഡ്യൂൾസിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. സം ചേഞ്ചസ് ഇൻ വൺ മൊഡ്യൂൾ ഓട്ടോമാറ്റിക്കലി അഫക്റ്റിംഗ് അതർ മൊഡ്യൂൾ. ഇങ്ങനെയുള്ള സൈഡ് ഇഫക്ട്സ് എന്തായാലും അവിടെ ഉണ്ടാവും. അത് ചിലപ്പം ഇറേഴ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി വി ആർ ഇന്റഗ്രേറ്റിംഗ് ഓൾറെഡി യൂണിറ്റ് ടെസ്റ്റഡ് മൊഡ്യൂൾസ്. എന്നിരുന്നാലും there is a chances of errors. എന്തൊക്കെ ഇറേഴ്സ് ഉണ്ടാവാം? ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ഡാറ്റ ലോസ്, ദെൻ സൈഡ് ഇഫക്ട്സ് എന്ന് എഴുതാം. ദെൻ സൈഡ് ഇഫക്ട്സ് എന്ന് എഴുതിയിട്ട് എഴുതാം ബ്രാക്കറ്റിൽ കൺസിഡറിങ് ഗ്ലോബൽ വേരിയബിൾസ്. കോൺസെപ്റ്റ് എന്താണ്? എ കോമ്പോണന്റ് വിച്ച് ഇഫക്ട് അനദർ സബ് ഫങ്ഷൻസ്. എന്തെങ്കിലും ഒരു കോമ്പോണന്റ് ഒരു വേരിയബിൾ ആകാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആവാം. അത് വേറൊരു ഫംഗ്ഷന് അല്ലെങ്കിൽ വേറൊരു മൊഡ്യൂളിന് ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനൊക്കെ നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ ഐഡന്റിഫൈ ചെയ്യണം. ദിൽന ക്ലിയർ അല്ലേ? ജസ്ന ഷെറിൻ വരുന്നു പോകുന്നു. കണ്ണവ് എ. ഓക്കെ, problems we have to identify data loss, we have to identify different side effect, we have to consider different global variables while performing integration testing. ഓർത്തിരിക്കുക. then മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വലുതായി വരുവാണ്. എൻ്റയർ സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തണം. സോ വി ഹാവ് ടു കൺസിഡർ അവർ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. പ്രോപ്പർലി ആർക്കിടെക്ചർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പ്രോപ്പർലി യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത മൊഡ്യൂൾസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, we have to consider our data structures, then properly യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത മൊഡ്യൂൾസിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഒരു പോയിന്റ്സ് അവിടെ എഴുതി വെക്കുക. then how we can perform integration. Integration നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം? ഫസ്റ്റ് അപ്രോച്ച് ഈസ് ബിഗ് ബാങ് അപ്രോച്ച്. ബിഗ് ബാങ് അപ്രോച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓൾറെഡി ഡിഫറെന്റ് ടീംസ് മൊഡ്യൂൾസിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുമിച്ച് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാം. എല്ലാ കോമ്പണൻസിനെയും അറ്റ് എ ടൈം അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് ടെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ബിഗ് ബാങ് അപ്രോച്ച് എന്ന് പറയുന്നത്. വി ആർ ഇന്റഗ്രേറ്റിംഗ് ഓൾ ദി മൊഡ്യൂൾ അറ്റ് എ ടൈം. 1 by 1 ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാതെ അറ്റ് എ ടൈം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അതിനെ നമ്മൾ ബിഗ് ബാങ് അപ്രോച്ച് എന്ന് പറഞ്ഞു. പക്ഷേ പ്രോബ്ലംസ് ആർ ദർ. എന്തൊക്കെയാണ്? ചാൻസസ് ഓഫ് ഇറേഴ്സ് കൂടുതലാണ്. ആൻഡ് കറക്ഷൻസ്, ഇതിനെ കറക്റ്റ് ചെയ്യണതിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണ്? നമ്മളൊരു വലിയ ഡൊമൈനിലാണ് ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ദെൻ കോംപ്ലിക്കേഷൻ കൂടുതലാണ്, ബിക്കോസ് വി ആർ കൺസിഡറിങ് ദി എൻറ്റയർ പ്രോഗ്രാം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഹിയർ വി ആർ ഇന്റഗ്രേറ്റിംഗ് ഡിഫറെന്റ് മൊഡ്യൂൾസ്. ബിഗ് ബാങ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം വി ആർ ഇന്റഗ്രേറ്റിംഗ്, ബിൽഡ് ചെയ്ത എല്ലാ മൊഡ്യൂൾസിനെയും അറ്റ് എ ടൈം ഇന്റഗ്രേറ്റ് ചെയ്തു. ചാൻസസ് ഓഫ് ഇറേഴ്സ് കൂടുതലാണ്, ആൻഡ് ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്, ആൻഡ് ഇറർ കറക്ഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. ഓർത്തിരിക്കുക. കീർത്തന ആൻഡ് കാർത്തിക്. ഓക്കെ, ദെൻ സൊല്യൂഷൻ എന്താണ്? വി ആർ ഗോയിങ് ഫോർ ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷൻ. ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷൻ മീൻസ് 1 by 1 ആയിട്ട്, സ്റ്റേജസ് ടു സ്റ്റേജസ് ആയിട്ട് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഡിഫറെന്റ് മൊഡ്യൂൾസ്. ഓരോന്നിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നാലേ പ്രോപ്പർ ആയിട്ട് കിട്ടുള്ളൂ. അറ്റ് എ ടൈം നമ്മൾ പോയി കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. ദർ ഇസ് എ ചാൻസ് ഓഫ് ഇറേഴ്സ്. പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലുള്ള ഇറേഴ്സ് വരെ വരും. സോ വി ആർ ഗോയിങ് ഫോർ ഇൻക്രിമെന്റൽ ഇന്റഗ്രേഷൻ. ഇനി ഇതെങ്ങനെ പെർഫോം ചെയ്യാം? വി ഹാവ് ടു അപ്രോച്ച്, ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ്. ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. Considering the two approach for incremental integration. First one top down, second one bottom up.
ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ ഹൗ ടു പെർഫോം ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പം തിയറി പറയുന്നതിന് മുന്നേ ഡയഗ്രാം കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കാം. Here we have different modules M1, M2, M3, M4 up to M8 വരെ നമുക്ക് മൊഡ്യൂൾസ് ഉണ്ട്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രം M1 ടു ഡിഫറെന്റ് മൊഡ്യൂൾ താഴേക്ക് നമ്മൾ ഫ്രം ടോപ്പ് ടു ബോട്ടം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വരും. ഈ അപ്രോച്ചിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എന്തൊക്കെയാണെന്ന് അറിയാം? ഫസ്റ്റ് വൺ ബ്രെഡ്ത്ത് ഫസ്റ്റും ഡെപ്ത് ഫസ്റ്റും. ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഡെപ്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരെ ഡെപ്തിലേക്ക് പോകും, ഏറ്റവും ഡെപ്തിലേക്ക് പോകും. ബ്രെഡ്ത്ത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റോ വൈസ് ഓരോ ആ ബ്രെഡ്ത്തിൽ എന്തൊക്കെയുണ്ടോ അതിനെ കൺസിഡർ ചെയ്ത് പോകും. ഇതാണ് രണ്ട് അപ്രോച്ച്. നമുക്ക് ടോപ്പ് ടു ബോട്ടം, ടോപ്പ് ഡൗൺ മീൻസ് ടോപ്പ് ടു ബോട്ടം, രണ്ട് രീതിയിൽ പോകാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഡെപ്ത് വരെ പോകാം, മൊഡ്യൂളിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഡെപ്ത് വരെ പോകാം. അല്ലെങ്കിൽ ഓരോ ലെവലിലുള്ളതിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് പോവാം. അപ്പൊ ഈ രണ്ട് അപ്രോച്ച് നിങ്ങൾ എഴുതാം. ഇൻ ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വി ആർ ഇന്റഗ്രേറ്റിംഗ് മൊഡ്യൂൾസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. എഴുതുക, ഇന്റഗ്രേറ്റിംഗ് മൊഡ്യൂൾസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ആൻഡ് ഇന്റഗ്രേഷൻ ബിഗിൻ വിത്ത് മെയിൻ കൺട്രോൾ മൊഡ്യൂൾ. മെയിൻ എന്ന് പറയുന്ന ആരാ? നമ്മളെ ഡ്രൈവർ. ഇന്റഗ്രേഷൻ begin with our main control module. നമുക്ക് ടു ടൈപ്പ് പെർഫോം ചെയ്യാം. ഫസ്റ്റ് വൺ ഡെപ്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ബ്രെഡ്ത്ത് ഫസ്റ്റ്. എഴുതി വെക്കുക. ഫസ്റ്റ് വൺ ഡെപ്ത് ഫസ്റ്റ്, സെക്കൻഡ് വൺ ബ്രെഡ്ത്ത് ഫസ്റ്റ്. നേഹ ആൻഡ് പ്രണവ് എ ഡെപ്ത് ഫസ്റ്റ് വരെ എത്തിയോ? മുഹമ്മദ് ജാസ് ഇപ്പൊ കയറി വന്നിട്ടുണ്ട്. മുഹമ്മദ് ജാസ് പറഞ്ഞ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡെപ്ത് ഫസ്റ്റ് ഇന്റഗ്രേഷൻ. നമ്മൾ മൊഡ്യൂളിനെ ഡെപ്ത് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. നോക്കുക, ഇൻ ദിസ് ഡയഗ്രാം ഫസ്റ്റ് വി ആർ ഇന്റഗ്രേറ്റിംഗ് M1 വിത്ത് M2 ഡെപ്ത്, ദെൻ M2 വിത്ത് M5, ദെൻ M5നെ നമുക്ക് M8നോട് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഡെപ്തിലേക്ക് പോകുന്നു. ഫസ്റ്റ് വി ആർ പെർഫോമിംഗ് ഇന്റഗ്രേഷൻ M1, M2, M5. ഡെപ്ത് ഫസ്റ്റ് ഇന്റഗ്രേഷൻ എഴുതിയിട്ട് ഹൈഫൺ എഴുതുക. ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്യും, സോ എഴുതാം. അല്ലെങ്കിൽ ഈ ഡയഗ്രാം നിങ്ങൾ വരക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാം. ഓക്കെ, ഡയഗ്രാം വരക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാം. ദെൻ എന്നിട്ട് എഴുതാം, വെൻ വി ഗോയിങ് ഫോർ ഡെപ്ത് ഫസ്റ്റ് വി ആർ കൺസിഡറിങ് M1, M2, M5. ആ ഒരു രീതിയിൽ ഇന്റഗ്രേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നു. ഡെപ്ത് ഫസ്റ്റ് ഇന്റഗ്രേഷൻ. നോക്കുക, ലെഫ്റ്റ് പാത്ത് ഫസ്റ്റ് വി ആർ കോമ്പണൻസ് M1, M2, M5 ഇന്റഗ്രേറ്റഡ് ഫസ്റ്റ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ കൺസിഡർ M8 ഓർ M6. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ഐദർ M6 ഓർ M8 നമുക്ക് കൺസിഡർ ചെയ്യാം ഇൻ ദി കേസ് ഓഫ് ഡെപ്ത് ഫസ്റ്റ് ഇന്റഗ്രേഷൻ. ക്ലിയർ അല്ലേ? കീർത്തന, നഫ? ഓക്കെ, എഴുതാം ബ്രെഡ്ത്ത് ഫസ്റ്റ് ഇന്റഗ്രേഷൻ. ബ്രെഡ്ത്ത് ഫസ്റ്റ് ഇന്റഗ്രേഷൻ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. വി ആർ ഐഡന്റിഫൈങ് മൊഡ്യൂൾസ് ഇൻ ഈച്ച് ലെവൽ. വി ആർ ഐഡന്റിഫൈങ് മൊഡ്യൂൾസ് ഇൻ ഈച്ച് ലെവൽ എന്ന് എഴുതാം. നിങ്ങൾ വെറും ഈച്ച് ലെവൽ എന്ന് മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് പിന്നീട് അത് മനസ്സിലാവും. ഇന്റഗ്രേഷൻ പെർഫോം ഹൊറിസോണ്ടലി. ഓരോ ബ്രെഡ്ത്തിലുള്ളതിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. സോ വി ആർ ഇന്റഗ്രേറ്റിംഗ് M2, M3 ആൻഡ് M4 ഫസ്റ്റ് വിത്ത് M1. ഓരോ ബ്രെഡ്ത്തിലുള്ളതിനെയും ഐഡന്റിഫൈ ചെയ്യുന്നു. വി ആർ ഇന്റഗ്രേറ്റിംഗ് M2, M3, M4 വിത്ത് M1. Then M5 and M6. Then M5 and M6. ഈ രീതിയിൽ we are performing breadth first integration.
ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി ഫ്യൂ മോർ സെന്റൻസ് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് ഡൗൺ അപ്രോച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. വി ആർ കൺസിഡറിങ് ഇന്റഗ്രേഷൻ വിത്ത് മെയിൻ മൊഡ്യൂൾ. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താ? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രൈവർ മൊഡ്യൂളിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ടോപ്പ്, വി ഹാവ് ഡ്രൈവർ പാർട്ട് ഓർ മെയിൻ പാർട്ട്. അപ്പം ഡ്രൈവർ പാർട്ടിന്റെ ആവശ്യം നമുക്കില്ല. ബട്ട് വി ഹാവ് ടു യൂസ് ഡിഫറെന്റ് സ്റ്റബ്. ഓരോ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അതിന്റെ താഴത്തോട്ടുള്ള സ്റ്റെബിനെ നമ്മൾ കൺസിഡർ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ചിലുള്ള ഒരു ഡ്രോബാക്ക്. ഡ്രൈവർ ഓൾറെഡി ഉണ്ട്, നമുക്ക് എപ്പോഴും സ്റ്റെബിനെ എപ്പോഴും മാറി മാറി യൂസ് ചെയ്യേണ്ടി വരും. എന്നാലേ ഒരു മൊഡ്യൂൾസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിനാൻ ഒന്ന് പറഞ്ഞു നോക്കിയേ, സ്റ്റെബ് എന്തായിരുന്നു? സ്റ്റെബ് എന്തായിരുന്നു? ആര് പറയും സ്റ്റെബ്? ആരംഗ് പ്രേം ഓർ ഷഹലാബി ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് സ്റ്റെബ്? ഹലോ സാർ. പറഞ്ഞോളൂ സാർ. സാർ അതൊരു ഡമ്മി സബ് പ്രോഗ്രാം ആണ്, നമ്മുടെ മൊഡ്യൂൾസിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റെബ്. ഓക്കെ, താങ്ക് യു. എക്സാക്ട്ലി. സോ സ്റ്റാർട്ടിംഗ് വിത്ത് മൊഡ്യൂൾ നമുക്ക് ഡ്രൈവർ ഉണ്ട്. വി ആർ അസോസിയേറ്റിംഗ് ഡിഫറെന്റ്, വി ആർ ഇന്റഗ്രേറ്റിംഗ് ഡിഫറെന്റ് മൊഡ്യൂൾ വിത്ത് അവർ മെയിൻ പ്രോഗ്രാം. അപ്പം സ്റ്റെബ് താഴെ പാർട്ടിൽ നമുക്ക് ആര് വേണ്ടി വരും? സ്റ്റെബ് വേണ്ടി വരും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ദെൻ അഡ്വാൻറ്റേജസും അത് തന്നെയാണ്. ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ്, സ്റ്റെബ്സ് ആക്ച്വലി നമ്മൾ റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പ്രോപ്പർലി സ്റ്റെബ് നമ്മൾ യൂസ് ചെയ്യണം, അതർവൈസ് നമുക്ക് ഇറേസ് വരാൻ സാധ്യതയുണ്ട്. അത് മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സ്റ്റെബ് അവൈലബിൾ അല്ല എങ്കിൽ, ഓൾറെഡി ടെസ്റ്റ് ചെയ്ത സ്റ്റെബ് അവൈലബിൾ അല്ല എങ്കിലും നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. ദീസ് ആർ ദി മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. നൗ വി ആർ കമ്മിങ് ടു ബോട്ടം അപ്പ് അപ്രോച്ച്. എങ്ങനെയാണ് ബോട്ടം അപ്പ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്? ആദ്യം ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പം കുറച്ച് ക്ലിയർ ആവും. പെർഫോം ബോട്ടം അപ്പ് അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, വി ഹാവ് ഡിഫറെന്റ് മൊഡ്യൂൾസ്. ഇതാണ് നമ്മുടെ മൊഡ്യൂൾസ്. അപ്പം ഓരോ മൊഡ്യൂൾസിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്, ഓരോ മൊഡ്യൂൾസിനെയും ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലസ്റ്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. സോ വൺ ടൈപ്പ് ഓഫ് ആക്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു സബ്സിസ്റ്റമാണ് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, മൊഡ്യൂൾസിനെയൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസിനെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിട്ട് ഒരു ക്ലസ്റ്റർ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നു. ഈ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ആ ക്ലസ്റ്റർ കണ്ടോ, ഇവിടെ ഹിയർ വി ഹാവ് ക്ലസ്റ്റർ 1 കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ് മൊഡ്യൂൾസ്. ഈ എൻ്റയർ ക്ലസ്റ്റർ ചിലപ്പം ഒരു സബ്സിസ്റ്റം ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പാർട്ട്. അനദർ ക്ലസ്റ്റർ, അതും ഒരു സബ്സിസ്റ്റം ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്ന ഒരു ക്ലസ്റ്റർ. അനദർ ഒരു തേർഡ് ക്ലസ്റ്റർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നു. ദെൻ ഈ ഓരോ ക്ലസ്റ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? മേലെയുള്ള മൊഡ്യൂൾസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? ക്ലസ്റ്റർ ഏറ്റവും താഴത്തെ ലെവലിലായതുകൊണ്ട് നോ നീഡ് ഓഫ് സ്റ്റെബ് പ്രോഗ്രാം. നമുക്ക് ഡമ്മി ഡ്രൈവർ മതി. കണ്ടോ, ഹിയർ വി ഹാവ് എ ഡമ്മി ഡ്രൈവർ D1. ഇൻ ഓർഡർ ടു ചെക്ക് ക്ലസ്റ്റർ 2 വി ഹാവ് എ ഡമ്മി ഡ്രൈവർ D2 ആൻഡ് ഹിയർ വി ഹാവ് ഡമ്മി ഡ്രൈവർ D3. അപ്പം നമുക്ക് സ്റ്റെബിനെ അവോയ്ഡ് ചെയ്യാം. വി ആർ കൺസിഡറിങ് ക്ലസ്റ്റർ ആസ് എ സബ് പ്രോഗ്രാം. ഒരു പെർട്ടിക്കുലർ ടാസ്ക് അത് പെർഫോം ചെയ്യുന്നു. ആൻഡ് പെർഫോമിംഗ് ഇന്റഗ്രേഷൻ വിത്ത് എ ഡ്രൈവർ മൊഡ്യൂൾ. ഇതിനെ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡ്രൈവർ മൊഡ്യൂൾ വേണം. ഈ ഒരു ആംഗിളിൽ ഫ്രം ബോട്ടം ടു ടോപ്പ് പോകുന്നതാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച് എഴുതാം. begin with testing atomic module at lowest level. Begin with the testing atomic module at lowest level. Integration starts from bottom. Then
A driver required to coordinate the test case input. Already discussed ചെയ്തു. We need a driver to coordinate the different test case. ഓരോ ക്ലസ്റ്ററിനെയും വർക്കൗട്ട് ചെയ്യാൻ we need a driver. Thereby we are testing different cluster. ഡ്രൈവർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓരോ ക്ലസ്റ്ററിനെയും ടെസ്റ്റ് ചെയ്യാനുള്ള ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ വി ക്യാൻ ടെസ്റ്റ് ദി ക്ലസ്റ്റർ. ക്ലസ്റ്ററിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രൊസീജിയർ ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഹിയർ വി ഹാവ് ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ്. ഞാൻ കാണിച്ചു തന്നു 1, 2 and 3 and each cluster is associated with a driver to perform testing. ഇനി ആഫ്റ്റർ പെർഫോമിംഗ് ഓരോ ഡ്രൈവർ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ റിമൂവ് ദീസ് ഡ്രൈവേഴ്സ്. ഈ ഡ്രൈവേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ദെൻ വി ക്യാൻ അസോസിയേറ്റ് ഇറ്റ് വിത്ത് അനദർ മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൻ പ്രോഗ്രാമിലേക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം അതാണ് നമ്മൾ പറയുന്നത് ഡ്രൈവർ D1 and D2 removed and the clusters are interfaced directly to MA. ഒരു MA അതിന് മേലെയുള്ള ഒരു മൊഡ്യൂളാണ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ D3 റിമൂവ്ഡ് ആഫ്റ്റർ പെർഫോമിംഗ് ദി ടെസ്റ്റിംഗ്. ഡ്രൈവർ വെച്ചുള്ള ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും, അത് മേലെയുള്ള ക്ലസ്റ്ററുമായിട്ട് ജോയിൻ ആവും. ഈ രീതിയിലാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് വർക്കൗട്ട് ചെയ്യുന്നത്. റിസ്വിനെ, പ്രണവേ, നിതിൻ ബാബു ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. റിസ്വിനൊന്ന് റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലാവുന്നില്ലേ? ഓക്കെ. നിങ്ങള് പൈത്തണും മറ്റേ ഇതൊക്കെയല്ലേ കേട്ടുകൊണ്ടിരിക്കുള്ളൂ, നമ്മുടെ ക്ലാസ് ഒന്നും കേൾക്കില്ലല്ലോ സാറേ. അങ്ങനെ സാറേ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അനുഗ്രഹം. ഓക്കേടാ, നല്ലൊരു അപ്രോച്ച് ഉണ്ടാണ് നമുക്ക്. ഒരു നിനക്കിപ്പോൾ അത് ആ ഡൊമൈൻ ഇഷ്ടമാണെങ്കിൽ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുക. പ്രൊജക്റ്റ് ഒക്കെ അതിൽ തന്നെ ചെയ്യുക, കൂടുതൽ വായിക്കുക. ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം നെറ്റും ലാപ്പൊക്കെ ഉണ്ടെങ്കിൽ പൈത്തണൊക്കെ പെട്ടെന്ന് കോഡ് ചെയ്യാൻ പറ്റും. ആ സാറ് പറഞ്ഞതുപോലെ ഒരു ഡൊമൈനിലേക്ക് നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഭാവിയിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലൂടെയാണ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും അതിൻ്റെ കൂടെ പഠിക്കുക. ഓക്കെ, വാഴ നനയുമ്പോൾ ചിരിയും തന്നെയാണ് കേട്ടോ റിസിൻ. ഓക്കേടാ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് പെർഫോം ചെയ്യുന്നത്. ബോട്ടം അപ്പ് അപ്രോച്ചിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എഴുതാം. നമുക്ക് സെപ്പറേറ്റ് എന്ത് വേണ്ട? സ്റ്റെപ്പ് പ്രോഗ്രാംസ് വേണ്ട. സെപ്പറേറ്റ് സ്റ്റെപ്പ് പ്രോഗ്രാംസ് വേണ്ട. വി നീഡ് ഡ്രൈവർ പ്രോഗ്രാംസ്. വി നീഡ് ഡ്രൈവർ പ്രോഗ്രാംസ്. We need driver programs. അത് എഴുതി വെക്കാം. ഓക്കെ. Then next we are going to an integration testing approach. അതിന് പറയുന്ന പേരാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് അപ്രോച്ച് ആണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. സൈഡ് ഹെഡിങ് എഴുതാം. റിഗ്രഷൻ ടെസ്റ്റിംഗ് ബ്രാക്കറ്റിൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് അപ്രോച്ച് ആണ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് തന്നെയാണ്. അപ്പം നമ്മൾ ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ ഡിസ്കസ് ചെയ്തു, ബോട്ടം അപ്പ് ഇന്റഗ്രേഷൻ ഡിസ്കസ് ചെയ്തു. ദെൻ വി ആർ കമ്മിങ് ടു റിഗ്രഷൻ ടെസ്റ്റിംഗ്. ഓക്കെ, റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ആർ ഇന്റഗ്രേറ്റിംഗ് ഡിഫറെന്റ് മൊഡ്യൂൾസ് 1 by 1 ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ദർ ഈസ് എ ചാൻസ് ഓഫ് സൈഡ് ഇഫക്ട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള സൈഡ് ഇഫക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ട്രൈ ചെയ്ത എന്തെങ്കിലും ടെസ്റ്റ് കേസസ് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പം നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ടെസ്റ്റ് ജനറേറ്റ് ചെയ്ത ടെസ്റ്റ് കേസസിന്റെ ഒരു സബ് ടെസ്റ്റ് കേസസ് ഇപ്പം 10 എണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതിലൊരു 5 എണ്ണം ഓരോ തവണ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴും നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 5 എണ്ണം വെച്ച് എല്ലാ ടൈമിലും ഓരോ മൊഡ്യൂൾ ഇന്റഗ്രേറ്റ് ആകുമ്പോഴും നമ്മൾ പെർഫോം ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. വേണേൽ ഒന്നുകൂടി പറയാം. ഡിഫറെന്റ് മൊഡ്യൂൾസിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഓരോ തവണ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കുറെ ടെസ്റ്റ് കേസസ് ഉണ്ടാവുമല്ലോ, സെറ്റ് ഓഫ് ഇൻപുട്സ് ഉണ്ടാവുമല്ലോ. ആ ഇൻപുട്സിനെ ഓരോ സ്റ്റേജസിലും നമ്മൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ആക്ഷനെയാണ് നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ദെയർബൈ വി ക്യാൻ ഐഡന്റിഫൈ സൈഡ് ഇഫക്ട്സ്.
രണ്ട് മോഡ്യൂൾസ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്ട്സ് നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ തവണ ഇന്റഗ്രേഷൻ നടക്കുമ്പോഴും എന്തൊക്കെ ആക്ഷൻസ് അവിടെ നടക്കുന്നുണ്ടാവും? ന്യൂ ഡാറ്റ പാത്ത്, പുതിയ കമ്മ്യൂണിക്കേഷൻ, ഡിഫറെന്റ് മോഡ്യൂൾസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ടാവും. ഡിഫറെന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചാൻസസ് ഉണ്ട്. ദെൻ പുതിയ കൺട്രോൾ ലോജിക്ക്, എന്തെങ്കിലും പുതിയൊരു ലോജിക്ക് ചിലപ്പം അവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ടാവും ഡിഫറെന്റ് മൊഡ്യൂൾസ് ഇന്റഗ്രേറ്റ് ആകുമ്പോൾ. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ടെസ്റ്റ് കേസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു പോയിന്റ് എഴുതാം. വെൻ മൊഡ്യൂൾസ് ആർ ഇന്റഗ്രേറ്റഡ്, new data path established, new input output operation, new control logic, ഇത്രയും കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടാവും. ദെൻ സോ വി ആർ പെർഫോമിങ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. ആക്ച്വലി റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ എക്സിക്യൂട്ടിംഗ് സം സബ് ടെസ്റ്റ് കേസസ്, some subset of test cases. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Subset of test cases. ഈ ഒരു എക്സിക്യൂഷൻ കാരണം നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഉള്ളതെന്ന് പറഞ്ഞാൽ, സം ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. സോഫ്റ്റ്വെയർ കോമ്പണൻസിനെ, ഡിഫറെന്റ് മൊഡ്യൂൾസിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് എഴുതാം. ടെസ്റ്റ് ദാറ്റ് ഫോക്കസ് ഓൺ സോഫ്റ്റ്വെയർ കോമ്പണൻസ്. Test that focus on software components. Next, test that identify the changes in software functions. Test that identify the changes in software function. സൈഡ് ഇഫക്റ്റ് കാരണം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ത്രൂ റിഗ്രഷൻ ടെസ്റ്റിംഗ് വഴി നമുക്ക് മനസ്സിലാവും. ഇനി റിഗ്രഷൻ ടെസ്റ്റിംഗ് ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് കേസ് ആയിരിക്കും. ചെറിയ ചെറിയ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് കേസ് ആയിരിക്കും എന്ത്? റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എഴുതാം സിമ്പിൾ ടെസ്റ്റ് കേസസ്. സിമ്പിൾ ആയിട്ടുള്ള ഇൻപുട്സ് ഓർ സിമ്പിൾ ടെസ്റ്റ് കേസസ് ആയിരിക്കും നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടുമാറോ സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്മോക്ക് ടെസ്റ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യും.